ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡ്രൈവർ ചേട്ടനും മണിക്കുട്ടിയും കൂടിയിട്ട് ആ തേൻ കുടിക്കുക കേട്ടോ. പകുതി ഞാൻ കുടിക്കാം, പകുതി മോൾക്ക് തരാം എന്ന് ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്ത് വരുവാണ്. അയ്യോ അത് കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റുവാൻ വേണ്ടി നോക്കുമ്പോഴേക്കും എന്താ മോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് പോയിസനാണ്, വിഷം എന്ന് പറയുകയാണ്. വിഷമോ ഒന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്ത് പറയുന്നുണ്ട്, അതെ അത് വിഷമാണ് ഡ്രൈവർ അങ്കിളെ. മണിക്കുട്ടി ഡ്രൈവറേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുവാട്ടോ. അയ്യോ അമ്മേ അച്ഛ ഓടി വരണേ, ഡ്രൈവറായിട്ടിന് മണിക്കുട്ടിയും വിഷം കഴിച്ച് എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. കാവ്യം കൃഷ്ണൻ വരുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, അമ്മേ അച്ഛ ഡ്രൈവർ ചേട്ടനും മണിക്കുട്ടിയും വിഷം കഴിച്ചു എന്ന് പറയുമ്പോൾ ഡ്രൈവറേട്ടൻ അടുത്ത തലകറങ്ങി വീഴുവാട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നീരജ വരുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ അയ്യോ എന്ത് ചെയ്യും കാവ്യം ചോദിക്കും. മോൾക്ക് ഇങ്ങനെ അത് വിഷമാണെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, നേരത്തെ മുത്തശ്ശി അത് കഴിക്കാൻ പോകുമായിരുന്നു, മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭരത്മാമൻ അത് മേടിച്ച് പുറത്തേക്ക് എറിഞ്ഞത് എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും കൃഷ്ണ പറയട്ടെ, ഈശ്വര കാവ്യ നമ്മൾ എന്ത് ചെയ്യോടൂ ഇനി, അയ്യോ എന്ത് ചെയ്യും കൃഷ്ണ ചോദിക്കുമ്പോൾ താൻ പെട്ടെന്ന് മണിക്കൂട്ടിനെ എടുക്കും, ഞാൻ ഡ്രൈവറായിട്ടിനെ പിടിക്കാമെന്ന് പറയാണ്. അങ്ങനെ മണിക്കൂട്ടിനെ പൊക്കിയെടുക്കുക കേട്ടോ നമ്മുടെ കാവ്യ. അതുപോലെ തന്നെ ഡ്രൈവർ ചേട്ടനെ പതുക്കെ പൊക്കി എഴുന്നേൽപ്പിക്കുവാണ് കൃഷ്ണ. ഈ ഡ്രൈവർ ചേട്ടൻ പറയണ്ട, അയ്യോ എൻ്റെ ഭാര്യ മക്കൾ അനാഥരായി പോകുവേ, എന്നെ രക്ഷിക്ക് സാറേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുവാണ്. അപ്പോഴേക്കും നീരജ് വരുന്നുണ്ട്. അയ്യോ ചേച്ചി ഇവരെവിടെ കൊണ്ടുപോവാ ഹോസ്പിറ്റലിലേക്ക്, അവർ വിഷം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും അയ്യോ ചേച്ചി അത് വിഷമല്ല, അത് മുത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തതാണ്, മുത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, എന്തിനും ചോദിക്കുമ്പോൾ അത് മുത്തിപ്പോൾ അമ്മേനെ സ്നേഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടിട്ടാണ് എന്ന് പറയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിടിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ നീരജ് സത്യം പറയുന്നുണ്ട്, കണ്ടോ കൃഷ്ണ എന്ന് കാവ്യ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ കുറച്ച് തേനെടുത്ത് കുടിക്കുവാണ്. അതേ കാവ്യ ഇത് തേൻ തന്നെയാണെന്ന് കാവ്യടുത്ത് കൃഷ്ണ പറയുന്നുണ്ട്. അതിനുശേഷം കാവ്യക്കും അത് കൊടുക്കുക കേട്ടോ. കാവ്യ അത് കുടിക്കുന്നുണ്ട്. അതേ ഇത് ചെറുതേനാണല്ലോ എന്നിങ്ങനെ പറയുവാണ്. കൊള്ളാം അമ്മയുടെ ബുദ്ധി എന്ന് കാവ്യ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നീരജ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജയമോഹൻ്റെ അടുത്ത് പറയുന്നതാണ് കേട്ടോ. ജയമോഹനത്തെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ ഞാൻ ആകെ നാണം കിട്ടും, തേനൊട്ടി എല്ലാത്തിനും കാരണം ആ ഭരത്താണ് എന്ന് ജയമോഹന് പറയുമ്പോൾ ഭരത്ത് മാത്രമല്ല അമ്മ അതെ, എന്തൊരു ഓവർ ആക്ടിങ് ആയിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും എന്ന് നീരജ് പറയുവാണ്. ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാം ചീത്ത ഇതെല്ലാം പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാ, അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ വേറെ വഴിയില്ലാണ്ട് ഞാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സത്യം അറിയുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് അവൻ എവിടെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നീരജ പറയുവാണ്. എല്ലാത്തിനും കാരണം അവൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് മണിക്കുട്ടിയും മുത്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി എന്ന് വിളിച്ചിട്ടായിട്ട് നമ്മൾ മുത്ത് വരുന്നത്. എന്താന്ന് പറയുമ്പോൾ എനിക്ക് മുത്തശ്ശീനെ ഒരുപാട് ഇഷ്ടമാണ്, മുത്തശ്ശീന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോഹന് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൾക്ക് ആ പഴയ ഇഷ്ടം വീണ്ടും വന്നോ, പഴയ പോലെ തന്നെയാണല്ലോ എന്നോട് സംസാരിക്കണത്, പഴയ പോലെ തന്നെയാണ് എന്നോട് പെരുമാറണത്, ഈശ്വര എൻ്റെ മോള് പിന്നെ എൻ്റെ അടുത്ത് വരുവാണെന്ന് തോന്നുന്നു, പക്ഷേ ഇവളെയും കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം എന്താ ഇവൾക്ക്. ആ സമയത്ത് ജയമോഹന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ, എൻ്റെ മുത്തിന് എൻ്റെ സ്നേഹം മനസ്സിലായല്ലോ എന്നൊക്കെ ജയമോഹന് പറയുമ്പോൾ അതെ മനസ്സിലായി മുത്തശ്ശി, ഒരുപാട് മനസ്സിലായി. ചെറുതേന് വിഷമാണെന്ന് കുടിക്കാൻ പോയ മുത്തശ്ശിയുടെ അഭിനയമൊക്കെ നന്നായിട്ടിരുന്നു. എന്താ മുത്തശ്ശി ഇനി അഭിനയിക്കാൻ എന്നെ പഠിപ്പിക്കാൻ പോവാണോ എന്ന് ചോദിക്കുക കേട്ടോ. ആ സമയത്ത് ജയമോഹനിക്ക് മനസ്സിലായി വീണ്ടും പാര വയ്ക്കാൻ വേണ്ടി വന്നതാണ്. നീ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണല്ലോ എന്ന് പറയുമ്പോൾ കളിയാക്കാൻ വേണ്ടി വന്നതല്ല, ആ അഭിനയം സൂപ്പറായിരുന്നു, ഞാൻ പോലും വിശ്വസിച്ചു അല്ലേ മണിക്കുട്ടി എന്ന് പറയുമ്പോൾ അതെ ചെറുതേൻ വിഷമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കുടിച്ചു, ഞങ്ങളും ആകെ പേടിച്ചു പോയി മുത്തശ്ശി എന്ന് മണിക്കുട്ടിയും പറയുക കേട്ടോ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട്. അത് കേൾക്കുമ്പോൾ ജയമോഹനിക്കാകെ ദേഷ്യം വരുവാണ്. ജയമോഹന് പറയണ്ടേ, നിർത്തടി, ആരാടി നിൻ്റെ മുത്തശ്ശി എന്നിങ്ങനെ പറയുക കേട്ടോ. ഇവളെ മുത്തശ്ശി എന്ന് വിളിക്കണ്ട, ഇവളുടെ ഞാൻ മുത്തശ്ശിയാണ്, നിൻ്റെ ആരാടി ഞാൻ, വല്ലവരും കണ്ട അനാഥ പിള്ളേരൊക്കെ എൻ്റെ മുത്തശ്ശി എന്ന് വിളിക്കണ്ട, ഒരു കാര്യവുമില്ല, ഈ പാലക്കലമ്മനെ മുത്തശ്ശി എന്ന് വിളിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഞാൻ മുത്തശ്ശിക്ക് ഒരു സാധനം തരാൻ വേണ്ടി വന്നതാ, ഇത് കണ്ടില്ലേ മഹാഭാരതമാ, മുത്തശ്ശി പ്രായമൊക്കെ ആയില്ലേ, ചെറുതേനൊക്കെ കുടിച്ചാൽ ഷുഗർ വരില്ലേ മുത്തശ്ശി, ഇനി അതൊന്നും കുടിക്കല്ല കേട്ടോ, ഇതൊക്കെ വായിച്ച് നല്ല കുട്ടിയായിട്ട് ഒരു മൂലക്കിരിക്കണം, മഹാഭാരതം വായിച്ച് നല്ല സ്വഭാവം വരുമെന്ന് മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇത് വായിച്ച് നോക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയും മുത്തും കൂടി പോകുക കേട്ടോ. അവളെനിക്കിട്ട് പാര വയ്ക്കാൻ വന്നിരിക്കുന്നു.
അതിനുശേഷം ജയമോഹിനി ഭരത്തിനോട് പറയുന്നുണ്ട്, ഭരത്തിനോട് നീരജെടുത്ത് നല്ല അടിപൊളി പാര വെച്ചാൽ മാത്രമേ ആ കൃഷ്ണനെ മണിക്കുട്ടിനെയൊക്കെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോഹിനി പറയുന്നുണ്ട്, ആ സുകന്യ പോലും പറഞ്ഞു കൃഷ്ണയ്ക്കും മണിക്കുട്ടിക്കും ഇടയിൽ എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാടാ, നമുക്ക് DNA ടെസ്റ്റ് നടത്താം മണിക്കുട്ടിയുടെയും കൃഷ്ണയുടെയും. അത് നല്ലൊരു ഐഡിയ, പക്ഷേ ബ്ലഡ് എടുക്കണ്ടേ അമ്മേ എന്ന് ഭരത്ത് പറയുമ്പോൾ അതൊക്കെ നീ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യണം, DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇനി കാര്യമുള്ളൂ എന്ന് പറയാണ്. അതിലൂടെ മാത്രമേ നമുക്കത് തെളിയിക്കാൻ പറ്റൂ. ഇനി കൃഷ്ണയുടെ നമ്മൾ സംശയിക്കുന്ന പോലെ തന്നെ കൃഷ്ണയുടെ മകളാണ് മണിക്കുട്ടിയെങ്കിലോ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ DNA ടെസ്റ്റിന് ചെയ്യാൻ വേണ്ടി റെഡിയാവാണ് ഭരത്തും നീരജയും ജയമോഹിനിയും കൂടിയിട്ട്. പിന്നെ കാണിക്കുന്ന നീരജയാണ്. നീരജയ്ക്ക് എന്തോ ഒരു പുതിയൊരു ലൈൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഹവിഹിതം. അരവിന്ദ് എന്നാണ് പേര്. അയാളായിട്ട് ലവിൻ്റെ സിമ്പിളും ഉമ്മയുടെ സിമ്പിളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് ഭരത്ത് വരുന്നുണ്ട്. നീരജ് എന്ന് പിടിച്ചു വരുമ്പോഴേക്കും നീരജ് പെട്ടെന്ന് ഫോൺ മാറ്റുവാണ്. എന്താ ഭരത്തെ, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ വെറുതെ ഓരോരോ കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് മെസ്സേജ് വരുന്ന ട്യൂണാണല്ലോ കേൾക്കുന്നത് എന്ന് ഭരത്ത് ചോദിക്കുമ്പോൾ അത് വാട്സപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചതാണ്. ഏത് ഫ്രണ്ട്? അപ്പോൾ ഒരു പെണ്ണിൻ്റെ പേര് പറയാം കേട്ടോ. അതിനുശേഷം നീ എന്നെ ഒരുപാട് കളിയാക്കിയല്ലോ നേരത്തെ, ഞാനത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓ, അത് ചോദിക്കാനാണോ? ആ സമയത്ത് നീരജൊക്കെ മനസ്സിൽ സമാധാനം ആവട്ടെ. ഭരത്തിനൊന്നും മനസ്സിലായില്ല സമാധാനം. നീ എന്തിനാടി എന്നെ ഒരുമാതിരി പൊട്ടനാക്കണത്, കളിയാക്കണത് പോലെ? അത് ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ഭരത്തിൻ്റെ ഓവർ ആക്ടിങ് കാരണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ നാടകം കുളമായതെന്ന് പറയുവാണ്. എൻ്റെ ഓവർ ആക്ടിങ്, എന്നെ പൊട്ടനാക്കുക നീയൊക്കെ കൂടിയിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പൊട്ടനാക്കിയൊന്നുമല്ല, ഭരത്ത് ഓൾറെഡി പൊട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നീരജ് കളിയാക്കുക കേട്ടോ. അതിനുശേഷം ഭരത്ത് പെട്ടെന്ന് നീരജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എൻ്റെ മുഖം മാറിയിട്ട് പറയുന്നുണ്ട്, അതേടി ഞാൻ പൊട്ടനാ, പക്ഷേ ചില കാര്യങ്ങളിൽ പൊട്ടനൊന്നുമല്ല. ഞാൻ 2 കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവാൻ വെച്ചിട്ടാണ് നിൻ്റെ പല കാര്യങ്ങളും പറയാത്തത്. നീ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് ഭരത്ത് പോവാണ്. അത് കേൾക്കുമ്പോൾ നീരജയ്ക്ക് കുറച്ച് ടെൻഷനാവും കേട്ടോ. അപ്പോഴേക്കും അരവിന്ദിൻ്റെ മെസ്സേജ് വരുമ്പോൾ നീരജ് വീണ്ടും അത് മറന്ന് അരവിന്ദനായിട്ട് അതായത് ലവും ഉമ്മയൊക്കെ കൊടുക്കുന്ന സിമ്പിൾ അയച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്നത് മണിക്കുട്ടി മുത്ത് നല്ല പഠിത്തമാണ്. കൃഷ്ണയാണെങ്കിൽ ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാപ്ടോപ്പ് നോക്കി ഓരോരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മണിക്കുട്ടിയും മുത്തും നല്ല പഠിത്തമാണ്, അവരെവിടെയും ശ്രദ്ധിക്കുന്നില്ല. ഇതെന്താണെന്നൊക്കെ ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഭരത്ത് വരുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇയാളുടെ ഇവിടെ കുത്തി ഞാൻ കുറച്ച് ബ്ലഡ് എടുക്കും, ഒരു 10 ml ബ്ലഡെങ്കിലും വേണമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ 1 ml ബ്ലഡെങ്കിലും വേണമെന്നാണല്ലോ പറഞ്ഞത്. ഈ 1 ml ഞാൻ എവിടെ കുത്തിയെടുക്കും ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണയുടെ പുറകെ നടക്കുക കേട്ടോ. അങ്ങനെ കൃഷ്ണയുടെ പുറകെ നടന്നിട്ട് തോളത്തുനിന്ന് കുത്താൻ വേണ്ടി പോകുക കേട്ടോ ഭരത്ത്. അപ്പോഴേക്കും പെട്ടെന്ന് മുത്ത് മാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്താ മോളെ, മാമൻ എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ പുറകിൽ കുറുക്കനെ പോലെ നടക്കുന്നത്? അപ്പോഴേക്കും ഞാനോ? അതെ, ഞാൻ കുറച്ച് നേരം ശ്രദ്ധിക്കണം. മാമനാകെ എൻ്റെ അച്ഛനെ തന്നെ നോക്കിക്കൊണ്ട് അപ്പം അച്ഛൻ്റെ പുറകെ തന്നെ നടക്കുമല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാനും ശ്രദ്ധിക്കുന്നു. ഭരത് എന്തിനാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭരത് പെട്ടെന്ന് അതെ എനിക്കൊരു 15,000 രൂപ വേണമായിരുന്നു അളിയ എന്ന് പറയുമ്പോൾ, ഓ അതാണോ കാര്യം? അത് ആ അക്കൗണ്ടൻറ്റിനോട് പറഞ്ഞാൽ മതി, അയാൾ തരും കേട്ടോ എന്ന് പറയുവാണ്. ശരി അളിയ എന്ന് ഭരത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഭരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് മുത്ത് ആ കാഴ്ച കാണുവാണ്. ഭരത്തിൻ്റെ കയ്യിൽ സിറിഞ്ച് കേട്ടോ. അത് കാണുന്ന മുത്ത് മനസ്സിൽ വിചാരിക്കുകയാണ്, സിറിഞ്ചോ, മാമനെന്തിനാ സിറിഞ്ചായിട്ട് നടക്കണത്? ഇതിലെന്തോ ഒരു പണിയുണ്ടല്ലോ എന്ന് മുത്ത് ഇങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണ പഠിക്കുക എന്ന് മുത്തിനെ നോക്കി പറയുമ്പോൾ മുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.